ഡിസംബറിലെ ഒരു തണുത്ത വെളുപ്പാങ്കാലത്ത് ഫോണിലൂടെയുള്ള കൂട്ടുകാരന്റെ വാക്കുകൾ അവിശ്വസനീയമായിട്ടാണ് അബിയുടെ കാതിൽ പതിഞ്ഞത്. നിറഞ്ഞു വന്ന മിഴികളൊന്ന് അമർത്തി തുടച്ചുകൊണ്ട് നിന്ന നിൽപ്പിൽ തന്നെ ആ തണുപ്പിനെ വകവെക്കാതെ ബൈക്കെടുത്ത് താഴ്വാരത്തിലൂടെ പായുമ്പോൾ ഒന്നേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ, കിച്ചനൊന്നും സംഭവിക്കരുതേ എന്ന്. ആശുപത്രി കിടക്കിൽ കിടന്ന് പുറത്തെ മഞ്ഞുകണങ്ങളെ ഇമവട്ടാൻ നോക്കി പുഞ്ചിരിക്കുന്ന കൂട്ടുകാരന്റെ അരികിൽ പോയിരുന്ന് വിതുമ്പി, കിച്ച, എന്താ എന്താ പറ്റിയത്? എന്താ സംഭവിച്ചത്? അബിയുടെ ഇടറിയ ശബ്ദം പുറത്തേക്ക് വന്നു. മരിക്കാൻ തന്നെയായിരുന്നു തീരുമാനം. പക്ഷേ ആ ലോകത്തിലെത്താൻ എനിക്കായില്ല. വിധി എന്നെ ഈ കിടക്കവരെ എത്തിച്ചുള്ളൂ. ഒരുപക്ഷെ എൻ്റെ അമ്മുവാ എന്നെ തടഞ്ഞത്. കിച്ചന്റെ വാക്കുകൾ ഇടറിയിരുന്നു. കിച്ച, നീ ഇപ്പോഴും അമ്മുവിനെ ഓർത്തിരിക്കുകയാണോ? ഇപ്പോഴെന്നല്ല അബി, എപ്പോഴും എൻ്റെ ഉള്ളിൽ എൻ്റെ അമ്മു മാത്രമേ ഉള്ളൂ. എൻ്റെ ജീവനാവള്. ഗായത്രിയുമായുള്ള വിവാഹം നടക്കില്ല അബി. അമ്മയും അച്ഛനോടൊക്കെ എല്ലാവരും അമ്മുവിനെ മറന്നു. എൻ്റെ ഇഷ്ടം പോലും ചോദിക്കാതെ രവി കൊച്ചച്ഛൻ്റെ മകൾ ഗായത്രിയുമായുള്ള വിവാഹം ഉറപ്പിച്ചു. ഗായത്രിയോട് ഞാൻ പറഞ്ഞതാ, പലവട്ടം പറഞ്ഞതാ, ഒഴിഞ്ഞു മാറി നടന്നതാ. എന്നിട്ട് അവളത് കേട്ടില്ല, എൻ്റെ പിന്നാലെ കൂടി. അമ്മയോട് 1000 വട്ടം പറഞ്ഞതാ അമ്മുവിനെ മറക്കാൻ എനിക്കാവില്ലെന്ന്. അമ്മയും കേട്ടില്ല. അവസാനം ഗായത്രിയെ ഞാൻ വിവാഹം കഴിച്ചില്ലെങ്കിൽ അമ്മ ജീവിതം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞു. അമ്മയുടെ വാക്കുകൾ മറ്റാരെക്കാൾ നന്നായിട്ട് എനിക്കറിയാം. അമ്മ പറഞ്ഞ പോലെ ചെയ്യുമെന്ന്. അതിനുള്ള സ്നേഹം കൊണ്ടാണ്. എൻ്റെ ജീവിതാർത്ഥ ശൂന്യമാവുമെന്ന് അറിയാവുന്നതുകൊണ്ടാണ് അമ്മ ഇങ്ങനെ ഒരു നിലപാടെടുത്തെന്ന് എനിക്കറിയാം. ആ അമ്മയുടെ വാക്കുകൾ എന്നെ വല്ലാതെ നോവിക്കുന്നുണ്ട്. ഒരിക്കലും ഗായത്രിയെ വിവാഹം കഴിച്ച് അവളുടെ ജീവിതം കൂടി നശിപ്പിക്കാൻ ഞാൻ തയ്യാറല്ല അബി. അതുകൊണ്ട് എൻ്റെ മുമ്പിൽ ഇതല്ലാതെ മറ്റൊരു വഴി ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ഞാൻ പരാജയപ്പെട്ടു പോയടാ. എല്ലാ അർത്ഥത്തിലും ഞാനൊരു പരാജയ. കിച്ച, അപ്പൊ നീ അറിഞ്ഞുകൊണ്ട് എന്നെ പാഞ്ഞു വന്ന് വണ്ടിക്കുമ്പി ചാടിയതാണോ? നിനക്ക് എന്താടാ പറ്റിയേ? നീ ഞങ്ങളെപ്പറ്റി പോലും ഓർത്തില്ലല്ലോ. നിന്റെ കുഞ്ഞനിയത്തിയെ പറ്റി പോലും നീ ചിന്തിച്ചില്ലല്ലോ കിച്ച. നിനക്ക് ഇഷ്ടമില്ലാത്ത വിവാഹം നടക്കില്ല കിച്ച, ഞാനാ പറയുന്നേ. കിച്ചന്റെ കൈ പിടിച്ചൊരു വാക്ക് കൊടുത്തുവെങ്കിലും വിവാഹം മുടക്കാനുള്ള വഴികളൊന്നും തന്നെ അബിയുടെ മനസ്സിലുണ്ടായിരുന്നില്ല. കിച്ചന്റെ അരികിൽ നിന്ന് അബി പുറത്തേക്ക് ഇറങ്ങി മറ്റു കൂട്ടുകാരെ കണ്ടു. അബി, ഉണ്ണി, ദീപു, കിച്ചൻ, ഇവർ 4 പേരും ഒറ്റക്കെട്ടാണ്. ബാല്യം മുതലുള്ള കൂട്ട്. ഒരമ്മ പെറ്റ മക്കളെ പോലെ അതിർവരമ്പുകളില്ലാത്ത സൗഹൃദം, അതാണ് ഇവരുടേത്. ഉണ്ണി, ഡോക്ടർ എന്താ പറഞ്ഞ്? അവന് വീട്ടിലറിയിക്കണ്ടേ? കിച്ചന്റെ വീട്ടിലറിയിച്ചിട്ടുണ്ട് അബി. അമ്മ ഇപ്പോൾ വരും. പിന്നെ കിച്ചനിപ്പോൾ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. കൃത്യസമയത്ത് ഞാൻ കണ്ടുകൊണ്ട് വലിയൊരു അപകടം ഒഴിഞ്ഞു പോയി. അബി, കിച്ചന്റെ ശരീരത്തിലെ വേദനകളെക്കാൾ അവനെ തളർത്തിയത് അവന്റെ മനസ്സിലെ തീരാ വേദനയാണ്. പിറ്റേന്ന് തന്നെ കിച്ചനെ ഡിസ്ചാർജ് ചെയ്തു. ഒരാഴ്ച മരുന്നും മന്ത്രവുമായി കടന്നുപോയി. ശരീരത്തിലെ മുറിവുകൾ പതിയെ കരിഞ്ഞു തുടങ്ങി. പഴയതുപോലെ തന്നെ ഗായത്രിയുടെ പേര് ആ വീട്ടിലാകെ മുഴങ്ങാൻ തുടങ്ങി. മഞ്ഞ് പൊഴിയുന്ന പുലർക്കാലരാവിൽ ഉമ്മറത്തിണ്ണയിലിരിക്കവേ കാതുകളിലേക്ക് ആ പാദസ്വരക്കിലുക്കം തുളഞ്ഞു കയറുകയായിരുന്നു. ആ കുപ്പിവളനാദം അലയടിക്കുകയായിരുന്നു. ഭ്രാന്തന്റെ അട്ടഹാസം പോലെ കുപ്പിവളക്കിലുക്കം അകത്തളത്തിൽ മുഴങ്ങി. ആഞ്ഞു വീശുന്ന കാറ്റിന്റെ ചൂളംവിളിയേക്കാൾ ശക്തിയിൽ ആ പാദസരം ശബ്ദിച്ചു. കൺമുമ്പിലൂടെ ആരോ മിന്നി മറയുന്നത് പോലെ അമ്മു എന്നുറക്കെ നിലവിളിച്ചുകൊണ്ട് കിച്ചൻ മിഴികൾ തുറന്നു. അമ്മയടക്കം എല്ലാവരും അരികിലെത്തി. വിയർപ്പ് കണങ്ങൾ കിച്ചന്റെ മുഖത്ത് ഒഴുകി നടന്നു. മൺമറഞ്ഞു പോയ ആ 18 വയസ്സുകാരി ഇപ്പോഴും കിച്ചന്റെ ജീവനിൽ തുടിക്കുന്നുവെന്ന് വേദനയോട് അവർ മനസ്സിലാക്കി. ശിരസിലേക്ക് ഒരു കുടം തണുത്ത വെള്ളമെടുത്ത് കമിഴ്ത്തി വേഷം മാറി കിച്ചൻ പുറത്തേക്കിറങ്ങി. അവന്റെ സ്വപ്നങ്ങൾക്ക് നിറം നൽകിയ കുന്നിൻ പുറത്തെ ആ പാറക്കെട്ടുകളിലേക്ക് നിറകണ്ണുകളോടെ നീലാകാശത്തെ നോക്കിയിരിക്കെ തെക്കൻ കാറ്റുമെല്ലെ അവനെ പുൽകി കടന്നുപോയി. വിദൂരതയിലേക്ക് നോക്കിയിരിക്കുന്ന കിച്ചൻ അരികിലേക്ക് അവന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെത്തി. ആ, നിങ്ങളോ? ഞാനിവിടെ ഉണ്ട്. നിങ്ങളെങ്ങനെ അറിഞ്ഞു? ഞങ്ങൾ നിന്റെ വീട്ടിൽ പോയി നീച്ച. നീ അവിടെ ഇല്ലെങ്കിൽ പിന്നെ ഇവിടെ ഉണ്ടാവും. നിന്നെ ഞങ്ങൾക്ക് അറിയില്ലടാ. കിച്ച, ഞങ്ങൾക്ക് ആ പഴയ കിച്ചനെ തിരികെ വേണം. അമ്മുവിൻ്റെ ഓർമ്മയിൽ നിന്ന് നീ തിരികെ യാഥാർത്ഥ്യത്തിലേക്ക് തിരികെ വേണം കിച്ച. അമ്മു ഈ ലോകത്ത് എവിടെയും ഇല്ല. അത് മറ്റാരെക്കാളും നന്നായിട്ട് നിനക്കറിയാം. എന്നിട്ടും നീ ഇല്ല ഉണ്ണി, അങ്ങനെ വിശ്വസിക്കാൻ എനിക്കാവില്ല. എൻ്റെ അമ്മ ഇവിടെ എവിടെയോ ഉണ്ട്, ഈ ലോകത്ത് എവിടെയോ. അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. മരിച്ചു എന്ന് വിധിയെഴുതാൻ എനിക്കാവില്ല ഉണ്ണി. എടാ അബി, കയ്യെത്തും ദൂരത്ത് എവിടെയോ എൻ്റെ അമ്മ ഉണ്ടെടാ. എനിക്കങ്ങനെ തോന്നുന്നുണ്ട്. ഓരോന്ന് പറഞ്ഞ് അവളെൻ്റെ അരികിലേക്ക് വരുമ്പോഴൊക്കെ ദേഷ്യപ്പെട്ടിട്ടേ ഉള്ളൂ ഞാൻ. അവൾക്ക് മുമ്പിൽ ഗൗരവത്തോടെ നിന്നിട്ടേ ഉള്ളൂ. ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടടാ ഞാൻ അവളെ. അപ്പോഴവളുടെ മനസ്സിൽ ഞാനെന്ന രൂപം നിറഞ്ഞു നിൽക്കുകയായിരുന്നു. തുറന്നു പറയാത്തൊരു പ്രണയം അവൾ ഉള്ളിൽ കൊണ്ട് നടക്കുകയായിരുന്നു. ഓരോന്ന് പറഞ്ഞ് ഞാൻ അവളെ വേദനിപ്പിക്കുമ്പോഴും അവളുടെ ആ മിഴികൾ നിറയുന്നത് വേദനയോടെ ഞാനും കണ്ടു നിന്നു. അപ്പോഴേക്കൊന്ന് ചേർത്ത് പിടിച്ച് സോറി പറയാൻ വെമ്പിൽ കൊണ്ടിട്ടുണ്ട് ഞാൻ. അമ്മാവൻ്റെ മകളെന്ന അവകാശം
അവൾ എൻ്റെയാണെന്ന് തോന്നൽ വന്നപ്പോഴേക്കും വീട്ടിൽ എതിർപ്പുകളായി, ബന്ധങ്ങൾ ബന്ധനങ്ങളായി മാറി. അവളുടെ പാദസര കിൽക്കം കേൾക്കാതെ എൻ്റെ വീട് ഉണർന്നിട്ടില്ല അബി. അതും പറഞ്ഞ് നടന്നകന്ന കിച്ചനെ വേദനയോടെ അവർ നോക്കി നിന്നു. വീട്ടിലെത്തി നേരെ മുറിയിൽ കയറി വാതിലടച്ച് ആരും കാണാതെ അലമുറയിട്ട് കരഞ്ഞു തീർത്തു കിച്ചൻ അവൻ്റെ വേദനകൾ. കണ്ണടച്ച് വെറുതെ കിടന്നു. അപ്പോഴും കാതിൽ മുഴങ്ങിയത് ആ കുപ്പിവളകളും പാദസര കിലുക്കവും. എന്തിനാ കിച്ചേട്ടൻ ഇങ്ങനെ വഴക്ക് പറയുന്നേ? എന്ത് തെറ്റാ ഞാൻ ചെയ്തേ? അവിടെ മിഴികൾ അണപൊട്ടി ഒഴുകിയിരുന്നു. എനിക്ക് ഇഷ്ടപ്പെടാത്ത കണ്ടാലേ ഞാൻ വഴക്ക് പറയും. അത് കേൾക്കാൻ വയ്യാന്നുണ്ടല്ലേ എൻ്റെ മുന്നിൽ വരണ്ട നീ. അതിന് ഞാനെന്താ കിച്ചേട്ടാ? വേണ്ട, എന്നോട് ഒപ്പത്തിനൊപ്പം പറയാൻ വരണ്ട നീ. അതും പറഞ്ഞ് നടന്നുപോയ കിച്ചനെ അവളെപ്പോഴും സ്നേഹിച്ചിട്ടേയുള്ളൂ. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന അനിയത്തിക്കുട്ടിയുടെ വാക്കുകളാണ് അമ്മുവിൻ്റെ പ്രണയം കിച്ചനെ ബോധ്യപ്പെടുത്തിയത്. കീർത്തിയുടെ വാക്കുകൾ കേട്ട് അമ്മാവിൻ്റെ വീട്ടിലേക്ക് പായുമ്പോൾ കിച്ചൻ്റെ മനസ്സിൽ അമ്മുവിനോട് അടങ്ങാത്ത പ്രണയം തുടിക്കുകയായിരുന്നു. അമ്മാവൻ്റെ മുന്നിലൂടെ അമ്മുവിൻ്റെ മുറിയിലേക്ക് നടക്കുമ്പോൾ കാലുകൾ ഇടറിയിരുന്നു. കട്ടിലിൽ കമിഴ്ന്നു കിടന്ന എൻ്റെ ചിത്രത്തിലേക്ക് നോക്കി പരാതി പറയുന്ന അമ്മുവിനെ കണ്ട് ഹൃദയമിടിപ്പ് വല്ലാതെ കൂടിയിരുന്നു. ഒച്ച വെക്കാതെ മുറിയിൽ കയറി വാതിൽ ചാരിയപ്പോൾ അതീവ ഭയത്തോടെ അവൾ ചാടി എണീറ്റു. ദിന കിച്ചേട്ട വാതിലടച്ച്. ദയനീയമായ ശബ്ദം പുറത്തേക്ക് വന്നു. ചൂണ്ടുവിരൽ ചുണ്ടിനുമേൽ വെച്ച് ഒച്ച വെക്കരുതെന്ന് ആംഗ്യം കാണിച്ചപ്പോൾ പിന്നെ ശബ്ദം കേൾപ്പിക്കാതെ ശ്വാസമെടുത്തു. ഞാൻ അരികിലേക്ക് നടന്നെടുത്തപ്പോഴും അവൾക്കരികിൽ നിന്നപ്പോഴും ആ മിഴികളിലെ ഭയം ഞാൻ ആസ്വദിക്കുകയായിരുന്നു. അവളുടെ ചുടുനിശ്വാസം എന്നിലേക്ക് ആവാഹിച്ചുകൊണ്ട് അവൾ എൻ്റെ മാറിലേക്ക് വലിച്ചിട്ടപ്പോഴും അവൾ എൻ്റെയാണെന്ന് തോന്നലായിരുന്നു. എൻ്റെ മാറിൽ കിടന്ന് വിതുമ്പുന്ന അവളോട് ഞാൻ ഒന്നേ ചോദിച്ചുള്ളൂ, എന്തിനായിരുന്നല്ല എന്നോടുള്ള നിന്റെ പ്രണയം മനസ്സിൽ കോറിയിട്ട് ഒളിപ്പിച്ചാണെന്ന് എന്തിനായിരുന്നു? പേടിയായിരുന്നു കിച്ചേട്ട, എനിക്കെന്നും പറഞ്ഞവൾ എന്നെ ഇറുകി പിടിച്ചപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാനും കരഞ്ഞുപോയിരുന്നു. മൗനമായി അവളെ നേരെ നിർത്തി നെറ്റിയിൽ ആഞ്ഞ് ചുംബിച്ചപ്പോൾ ആ മിഴികൾ വീണ്ടും പെയ്തിരുന്നു. അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞു പ്രണയം മെല്ലെ മെല്ലെ പൂവിടുകയായിരുന്നു. ആരും കാണാതെ ആരും അറിയാതെ എൻ്റെ പ്രാണനായി മാറുകയായിരുന്നവൾ. അങ്ങനെ ഒരു നാൾ അമ്മാവനോടൊപ്പം ക്ഷേത്ര ദർശനം കഴിഞ്ഞ് എൻ്റെ വീട്ടിലേക്ക് എത്തി അവൾ ആദ്യം വന്നത് എൻ്റെ മുറിയിലേക്കാണ്. അവൾ വന്നതറിഞ്ഞിട്ടും ചെറുപുൻചിരിയോട് ഉറക്കനടിച്ച് കിടന്ന എൻ്റെ കാതിൽ കുപ്പിവളകൾ കൊണ്ട് മധുരമായി ശബ്ദമുണ്ടാക്കിയും പാദസരത്തിൻ നാദം കാതിൽ തട്ടിയും അവൾ എന്നെ ഉണർത്താൻ ശ്രമിച്ചപ്പോൾ ഞാനതൊന്നും വകവെക്കാതെയായപ്പോൾ കവിളത്തൊരു ചുടിച്ചുംബനം നൽകി അവൾ എന്നെ ഉണർത്തി. അറിയാതെ എൻ്റെ മിഴികൾ താനേ തുറന്നു. അവളെ ആ കരിനീല മിഴികളിലേക്ക് കണ്ണു നട്ടത് ആ പൂമുഖത്തേക്ക് നോക്കിയിരുന്നു ഞാൻ. മെല്ലെ അവളുടെ കൈകൾ പിടിച്ച നെഞ്ചിലേക്ക് വലിച്ചിട്ട് ചേർത്തു പിടിച്ചപ്പോൾ അവൾ പതിയെ മൊഴിഞ്ഞു. അയ്യോ, വിടുകിച്ചേട്ടാ, അപ്പുറത്ത് അച്ഛനുണ്ട്, വിടുകിച്ചേട്ടാ. അവള് പറഞ്ഞ പോലെ അമ്മാവൻ അപ്പുറത്തുള്ള കാര്യം ഞാനും മറന്നു. കാണേണ്ടതൊക്കെ അമ്മാവൻ വെടിപ്പായി കാണുകയും ചെയ്തു. അതോടെ കിട്ടി എൻ്റെ കരണത്തൊരെണ്ണം. എനിക്ക് കിട്ടിയതിലും കൂടുതൽ എൻ്റെ അമ്മുവിനാണ് കിട്ടിയത്. എന്ത് ചെയ്യാം, സഹിച്ചല്ലേ പറ്റൂ. പ്രണയമാവുമ്പോൾ നൊമ്പരങ്ങൾ കൂടുതലാണല്ലോ. എല്ലാവരും അറിഞ്ഞു. എന്നെ മറക്കാൻ ഉറ്റവരുടെ അവളോടും പറഞ്ഞു. എന്തു വന്നാലും കിച്ചേട്ടനെ മറക്കില്ലെന്നും ഒന്നിച്ചൊരു ജീവിതം ഞങ്ങൾക്ക് തരണമെന്നും എല്ലാവർക്കും മുമ്പിൽ നിന്ന് ആ പാവം കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അതൊക്കെ ആര് കേൾക്കാൻ? കുട്ടിക്കാലം മുതൽക്കേ പരസ്പരം തുറന്നു പറയാത്ത ഞങ്ങളുടെ ഇഷ്ടം ഇനി പാടില്ലെന്ന് എല്ലാവരും കൂടി വിധിയെഴുതി. കിച്ചേട്ടൻ എൻ്റെ മാത്രമാണെന്ന് എൻ്റെ അമ്മ 4 ചുവരുകൾക്കുള്ളിൽ കിടന്ന് മന്ത്രിച്ചു. ഒരു ഭ്രാന്തിയെപ്പോലെ അടച്ചിട്ട മുറിയിൽ കിടന്നവൾ അലമുറയിട്ട് കരഞ്ഞു. അമ്മുവിനെ മുറിക്കുള്ളിലിട്ട് പൂട്ടിയെന്നറിഞ്ഞ് ഞാനും കൂട്ടുകാരും രണ്ടും കൽപ്പിച്ച് ചെമ്പകശ്ശേരിയിലേക്ക് പാഞ്ഞു ചെന്നു. അമ്മാവൻ മകൻ ബന്ധമൊക്കെ ഇവിടെ അവസാനിച്ചു എന്ന് പറഞ്ഞപ്പോൾ അറിയാതെ എൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. എൻ്റെ അമ്മുവിനെ എനിക്ക് താ അമ്മാവ എന്ന് കാല് പിടിച്ച് പറഞ്ഞതിൻ്റെ കൂലിയായി കാലുമടക്കിയൊരു തൊഴിയാണ് അമ്മാവൻ നൽകിയത്. കൈവീശി മുഖത്ത് ആഞ്ഞടിച്ചിട്ടും എൻ്റെ ആവേശം കുറഞ്ഞില്ല. അമ്മു, ഇറങ്ങി വാ, നീ എന്റെ പെണ്ണ എന്ന് 4 മതിൽക്കെട്ടുകൾക്കപ്പുറം കേൾക്കെ വിളിച്ചു പറഞ്ഞു ഞാൻ. വിളിയേട്ട് 4 ചുമരുകൾക്കുള്ളിൽ കിടന്ന് നെഞ്ചു പൊട്ടിക്കരഞ്ഞു എൻ്റെ അമ്മ. അമ്മാവൻ്റെ അടികൊണ്ട് അവശനായിട്ട് പടിയിറങ്ങുമ്പോഴും മനസ്സിൽ എൻ്റെ അമ്മുവിൻ്റെ മുഖം മാത്രമായിരുന്നു. വരുന്നവരട്ടെ എന്ന് പറഞ്ഞ് ചമ്പകശ്ശേരിയുടെ മതിൽ ചാടുമ്പോഴും എങ്ങനെയും അമ്മുവിനെ പുറത്തെത്തിക്കണമെന്ന ചിന്തയായിരുന്നു മനസ്സിൽ. അതിനായി ഉണ്ണി അമ്മാവനിൽ നിന്ന് മുറിയുടെ താക്കോൽ കണ്ടെടുത്തിരുന്നു. പിന്നാമ്പുറത്തെ മതിൽ ചാടി ഒരുവിധ അമ്മുവിൻ്റെ മുറിയുടെ ജനലരികിലെത്തി. കിച്ചേട്ടാ, ഇവിടെ എങ്ങനെ ആരെങ്കിലും കണ്ട എന്നെക്കുറിച്ച് ഓർത്തുള്ള ആദ്യമൂലം പെയ്തുകൊണ്ടിരിക്കുന്ന അവളുടെ മിഴികളിൽ എന്നോടുള്ള അടങ്ങാത്ത പ്രണയത്തിന്റെ വേദനയായിരുന്നു. കലങ്ങിയ കണ്ണുകൾ കണ്ട് സ്തംഭിച്ച് നിന്നപ്പോഴും അവളെയും കൊണ്ട് ദൂരെ എവിടെയെങ്കിലും ചെന്ന് രാപ്പാർക്കണമെന്ന ചിന്തയായിരുന്നു മനസ്സിൽ. അമ്മു, എനിക്ക് വയ്യ അമ്മു. നീയില്ലാതെ ഈ കിച്ചന് പറ്റുന്നില്ല അമ്മു. എൻ്റെ ജീവശ്വാസം അത് നീയാണമ്മു. ഇറങ്ങി വാ അമ്മു, നമുക്ക് എങ്ങോട്ടെങ്കിലും പോവാം. ഒച്ച കേൾപ്പിക്കാതെ കിച്ചൻ മുറി തുറന്ന് അമ്മുവിനെ പുറത്തെത്തിച്ചു. അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു, നമുക്ക് എങ്ങോട്ടെങ്കിലും പോവാമോ? ഒന്നിച്ച് ജീവിക്കാൻ കഴിഞ്ഞതിൽ നമുക്കൊന്നിച്ച് മരിക്കാമോ? അതും പറഞ്ഞ് ഓടാൻ ശ്രമിച്ച അവർക്ക് മുമ്പിൽ അമ്മാവൻ വില്ലനായി അവതരിച്ചു.
അമ്മാവന്റെ മുന്നിലൂടെ അമ്മുവിന്റെ കയ്യിൽ മുറുകെ പിടിച്ച് കിച്ചൻ ഓടി ഇരുട്ടിലേക്ക് ഓടി മറഞ്ഞു. പിന്നാലെ അമ്മാവനയച്ച ആളുകളും അവരോടിയൊരു കുന്നിൻ പുറത്തേക്ക് കയറി. പിന്നാലെ അവരും. മുന്നിൽ അമ്മാവനും അവയ്ക്ക് നടുവിലായി ഒരൊറ്റത്തായി കിച്ചനും അമ്മവും നിന്നു. രണ്ടാളുകൾ മുന്നോട്ട് വന്നു. അടിപിടിക്കിടയിൽ തളർന്നു പോയിരുന്നു കിച്ചൻ. അവശനായി നിൽക്കുന്ന കിച്ചന്റെ മാറിയിലേക്ക് ഒട്ടി നിന്ന് അമ്മു പറഞ്ഞു, കിച്ചേട്ടാ, ഈ അമ്മു കിച്ചേട്ടൻ്റെ ഇത് മാത്രമായിരുന്നു. എന്റെ ജീവൻ കിച്ചേട്ടന്റെ ഉള്ളില. നമുക്ക് ഒന്നിച്ച് ജീവിക്കാൻ കഴിയില്ല കിച്ചേട്ടാ. അതും പറഞ്ഞ് അമ്മു കിച്ചന്റെ കയ്യിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ചുകൊണ്ട് പിന്നിലെ കൊക്കയിലേക്ക് ചാടാനാഞ്ഞു. കാലുവഴുതി അഗാധമായ കൊക്കയിലേക്ക് അമ്മു മാത്രം തനിയെ പോയി. ആ പാറക്കെട്ടിലേക്ക് അമ്മ ഒരു നിലവിളിയോടുകൂടി പതിച്ചിരുന്നു. അവിടെ ബോധമറ്റ് വീണുപോയി താൻ. പിന്നെ അമ്മുവിനരികിലേക്ക് എത്താൻ എൻ്റെ ശ്രമങ്ങൾ പരാജയപ്പെട്ടു പോയി. എന്നെ കൂട്ടാണ്ട് മരണത്തിലേക്ക് അവൾ തനിയെ പോയി. അമ്മുവിൻ്റെ അവസാനത്തെ നിലവിളി കിച്ചന്റെ കാതിൽ അലയടിച്ചുയർന്നു. അമ്മു എന്നൊരു നിലവിളിയോടെ കിച്ചൻ കണ്ണുകൾ തുറന്നു. അവൻ്റെ മിഴികൾ തോരാതെ ഒഴുകിക്കൊണ്ടിരുന്നു. മിഴികൾ തുടച്ച് കിച്ചൻ പുറത്തേക്കിറങ്ങി. ചെമ്പകശ്ശേരിയിലേക്ക് അവൻ്റെ കാലുകൾ ചലിച്ചു. ആ സംഭവത്തിന് ശേഷം ഇന്ന് ആദ്യമായിട്ടാണ് കിച്ചൻ അവിടേക്ക് ചെല്ലുന്നത്. അമ്മാവാ, മോനെ കിച്ച, ഞാൻ ചെയ്ത് തെറ്റായി പോയി മോനെ. ഒരിക്കലും തിരുത്താൻ പറ്റാത്ത വലിയൊരു തെറ്റ്. ഞാനാ എൻ്റെ അമ്മ മോളെ കൊന്നത്. ഞാനാ. അമ്മാവന്റെ ശബ്ദം ഒരു പൊട്ടിക്കരച്ചിലേക്ക് വഴിമാറിപ്പോയിരുന്നു. ഒന്ന് നിർത്തമാവാ, എനിക്ക് കാണണ്ട ഈ കണ്ണുനീര്. അമ്മാവൻ ഇപ്പൊ പറഞ്ഞ പോലെ ഇനി ഒരിക്കലും പറയരുത്. എനിക്കത് കേൾക്കാൻ കഴിയില്ല. എൻ്റെ അമ്മ എന്നെ വിട്ട് എങ്ങും പോയിട്ടില്ല. അവൾ മരിച്ചിട്ടുമില്ല. കൊക്കയിലേക്ക് വീണ അവളുടെ ശരീരം ഇതുവരെ കിട്ടിയിട്ടില്ലല്ലോ. മോനെ, ഞാൻ ഇതുവരെ വിചാരിച്ചിരുന്ന അങ്ങനെ തന്നെയാ. എന്നാൽ ഇനി അത് പ്രതീക്ഷിച്ചിരിക്കാനാവില്ലല്ലോ മോനെ. സത്യം നമ്മൾ അംഗീകരിച്ചേ മതിയാവും. നീ ഇനി അമ്മുവിന് വേണ്ടി കാത്തിരിക്കരുത് മോനെ. നിനക്കൊരു ജീവിതമുണ്ട്, അത് നീ മനസ്സിലാക്കണം. എൻ്റെ അമ്മ മോൾ ആ ദുരന്തത്തിൽ നിന്ന് തിരികെ വന്നിരുന്നെങ്കിൽ ഞാൻ എൻ്റെ മോളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചേനെ കിച്ച. ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ മോനെ. മോനെ, നീ എല്ലാം മറക്കണം. ഗായത്രി മോളെ വിവാഹം കഴിക്കണം. എൻ്റെ അപേക്ഷയാണിത്. സ്വന്തം മോളെ നിർഭാഗ്യവശാൽ മരണത്തിലേക്ക് തള്ളിവിട്ട ഒരു അച്ഛനാ ഞാൻ. എനിക്ക് നിന്റെ വിവാഹം കണ്ടെങ്കിലും മൃതിയടയണമെന്നുണ്ട്. അത് നീ എനിക്ക് സാധിച്ചു തരണം കിച്ച. ഞാൻ നിന്റെ കാല് പിടിക്കാം മോനെ. അമ്മാവാ. അങ്ങനെ അമ്മാവന്റെയും ബന്ധുക്കളുടെയും അച്ഛനമ്മമാരുടെയും നിർബന്ധത്തിന് വഴങ്ങി കിച്ചൻ എന്ന കൃഷ്ണകുമാർ ഗായത്രിയുമായുള്ള വിവാഹത്തിന് തയ്യാറായി. മോതിരമിട്ട് വിവാഹം ഉറപ്പിക്കാൻ ഒരു പാവയെ പോലെ കിച്ചൻ നിന്നുകൊടുത്തു. അങ്ങനെ ഒരു ദിവസം ഉണ്ണിയോടൊപ്പം എറണാകുളത്ത് പോയ അവരുടെ ബൈക്ക് ഒരു കാറുമായി കൂട്ടിയിടിച്ചു. ചെറിയ പരിക്കുകളോടെ രക്ഷപ്പെട്ട അവർ അടുത്തുള്ള ആശുപത്രിയിൽ ഡ്രസ്സ് ചെയ്യാൻ കയറി. ഡ്രസ്സ് ചെയ്ത് പുറത്തിറങ്ങിയ കിച്ചൻ വീൽ ചെയറിൽ ഒരു രോഗിയെ കൊണ്ടുപോകുന്നുണ്ട്. വെറുതെ അത് ആരാണെന്നറിയാൻ പിന്നാലെ ചെന്നു. ആ രോഗിയെ റൂമിൽ കൊണ്ട് കിടത്തി വീൽ ചെയറുമായി അവർ പോയി. ശേഷം കിച്ചൻ വെറുതെ ആ രോഗിയെ കാണാൻ മുറിയിലേക്ക് കയറി. കിടക്കയിൽ അബോധാവസ്ഥയിൽ കിടക്കുന്ന ആളെ ഒരു നോക്കിയ കിച്ചൻ നോക്കിയുള്ളൂ. ഞെട്ടൽ മാറാതെ കിച്ചൻ പ്രതിമ കണക്കെ നിന്നു. കിച്ചനെ തിരഞ്ഞെത്തിയ ഉണ്ണിയും അതുപോലെ തന്നെ ഞെട്ടിവിറച്ച് നിന്നുപോയി. കിച്ചന്റെ മനസ്സിൽ ചുണ്ട് ഒരുപോലെ മന്ത്രിച്ചു. അമ്മയോടൊപ്പം മുറിയിലുണ്ടായിരുന്നവർ കിച്ചനോട് താനാരാണെന്ന് ചോദിച്ചു. ഇത് നിങ്ങളുടെ ആരെങ്കിലും ആണെന്ന് ചോദിച്ചു. കിച്ചൻ ഉത്തരം നൽകി. അപ്പം നിങ്ങൾക്കറിയാലോ ഈ കുട്ടിയെ? എൻ്റെ മാഷെ, എത്ര നാളായിരുന്നു ഈ കുട്ടിയും കൊണ്ട് ഞങ്ങൾ ആശുപത്രിയിൽ കയറി ഇറങ്ങുന്നു. എന്നിട്ടും ഒരു മാറ്റവും. ഈ കുട്ടി ഇപ്പോഴും ഇങ്ങനെ തന്നെയാണ്. ഓർമ്മയിൽ അനക്കവുമില്ല, ജീവൻ മാത്രം ബാക്കി. അത് കേട്ട് കിച്ചനെ നെഞ്ചുരുകയായിരുന്നു. ഒപ്പം നഷ്ടമായി നിധി കിട്ടിയ ആശ്വാസവും. 4 മാസം മുമ്പ് മലയോര താഴ്വാരത്തിൽ അരുവിൽ അബോധാവസ്ഥയിൽ കിടന്ന് കിട്ടിയതാ ഞങ്ങൾക്ക് ഈ കുട്ടിയെ. ജീവനുള്ളതുകൊണ്ട് അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചു. അവിടുന്ന് മറ്റു പല ആശുപത്രിയിൽ എത്തിച്ചു. എന്നിട്ട് ഇതേ കിടപ്പ് തന്നെയാ. ഊരും പേരും അറിയാതെ പത്രത്തിൽ പരസ്യം കൊടുക്കണമെന്ന് കരുതിയതാ. പിന്നെ അതൊരു പുലിവാലാവുന്ന കരുതി വേണ്ടാന്ന് വെച്ചു. ബോധം വന്നിട്ട് കുട്ടിയോട് തന്നെ ചോദിക്കാമെന്ന് കരുതി. തിങ്കളാഴ്ച ഒരു ഓപ്പറേഷനുണ്ട്, വളരെ പ്രധാനപ്പെട്ട ഒരു ഓപ്പറേഷൻ. അത് വിജയിച്ചില്ലെങ്കിൽ ചിലപ്പോൾ. അദ്ദേഹത്തിന്റെ വാക്കുകൾ മുറിഞ്ഞുപോയി. മുഴുമിക്കാനാവാതെ എല്ലാം കേട്ട് കിച്ചൻ പൊട്ടിക്കരഞ്ഞു. ഉടനെ തന്നെ ഡോക്ടർ കയറി വന്നു. 6 മാസം ഈ കുട്ടിയെ ഇവിടെ അഡ്മിറ്റ് ആക്കിയിട്ട് എൻ്റെ ഇച്ഛാനാണ് ആ കുട്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് പോലീസ് കേസൊന്നും ആവാഞ്ഞത്. പിന്നെ നാളെ ഒരു ഓപ്പറേഷൻ ഉണ്ട്, അത് വിജയിക്കാൻ പ്രാർത്ഥിക്കുക. ഒരുപക്ഷെ ഓപ്പറേഷന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മുവിനെ തിരികെ ജീവിതത്തിലേക്ക് കിട്ടുമായിരിക്കും. അതെല്ലാം മറിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ നിങ്ങളത് ഉൾക്കൊള്ളാൻ തയ്യാറാവണം. കിച്ചന്റെ തോളിൽ തട്ടി ആശ്വാസവാക്കുന്ന പോലെ ഡോക്ടർ അത് പറഞ്ഞപ്പോൾ നിന്ന നിൽപ്പിൽ ഇല്ലാണ്ടായാൽ മതിയായിരുന്നു എന്നവന് തോന്നിപ്പോയി. മനസ്സൊന്ന് ശാന്തമായപ്പോൾ ഓപ്പറേഷന് വേണ്ടിയുള്ള സമ്മതപത്രം ഒപ്പിട്ട് നൽകി. കിച്ചൻ വീട്ടിലേക്ക് പോയി അമ്മയെയും ഗായത്രിയെയും കണ്ട് കാര്യങ്ങൾ പറയാൻ തീരുമാനിച്ചു. ഉള്ളിൻ്റെ ഉള്ളിൽ ഗായത്രിക്ക് എന്നോടുള്ള ഇഷ്ടം ദിവസങ്ങൾ കൊണ്ട് ഞാൻ മനസ്സിലാക്കിയിരുന്നു. അവളോട് അമ്മുവിനെ കണ്ടു എന്നെങ്ങനെ ഞാൻ പറയും? മുക്കിയും മൂളിയും കാര്യങ്ങൾ അവളെ പറഞ്ഞ് ധരിപ്പിച്ചു. പേടിച്ച പോലെ ഒരു പൊട്ടിത്തെറി അവിടെ ഉണ്ടായിരുന്നില്ല. എൻ്റെ മനസ്സ് വായിച്ചെറിഞ്ഞ ഗായത്രി അമ്മുവിനരികിലേക്ക് എന്നെ പറഞ്ഞയച്ചു. ആ മനസ്സിലെ വേദന എന്നോട് പറയാതെ. തിങ്കളാഴ്ച രാവിലെ ഓപ്പറേഷൻ തിയേറ്ററിന് മുമ്പിൽ ഗായത്രി അടക്കം എല്ലാവരും ഉണ്ടായിരുന്നു. അമ്മുവിനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റും വരെയും ആ കയ്യിൽ മുറുകെ പിടിച്ചിരുന്നു കിച്ചൻ.
നിർണായകമായ മുഹൂർത്തങ്ങൾ, പ്രാർത്ഥനയുടെ നിമിഷങ്ങൾ. കണ്ണീരിൽ കുതിർന്ന കാത്തിരിപ്പിന് ശേഷം ഡോക്ടർ പുറത്തിറങ്ങി കിച്ചന്റെ തോളിൽ കൈവച്ച് സോറി എന്ന് പറഞ്ഞപ്പോൾ പ്രതീക്ഷയുടെ അവസാന തിരിയും അണഞ്ഞിരുന്നു. കിച്ചൻ ഹൃദയം പൊട്ടി അലറി. അമ്മുവിനരിയിലേക്ക് കുതിച്ച് തളർന്നുപോയ കൈകൾ പിടിച്ച് ഹൃദയത്തോട് ചേർത്ത് കിച്ചൻ പറഞ്ഞു, അമ്മു, എണീക്കെന്റെ അമ്മു. നീലാതെ ഈ കിച്ചന് പറ്റില്ല എന്ന് എനിക്കറിയാലോ. പിന്നെ എന്തിനാ ഈ നാടകം? അമ്മു പ്ലീസ് എണീക്കമ്മു. ഒരിക്കലും നീ എന്നെ തനിച്ചാക്കി പോയതല്ലേ. ഇനി നിന്റെ കിച്ചൻ നിന്നെ തനിയെ വിടില്ല അമ്മു. ഞാൻ വരും എൻ്റെ അമ്മൂൻ്റെ കൂടെ. ഒന്ന് കണ്ണു തുറക്കാമോ? നിന്റെ കിച്ചേട്ടനെ വിളിക്കുന്നു. ഒന്ന് എണീക്കാമോ? അമ്മു എന്ന് വിളിച്ചുകൊണ്ട് കിച്ചൻ അലറി. മുറിയുടെ 4 ചൂരും കടന്ന് മെയിൻ ഗേറ്റും കടന്ന ആ ശബ്ദമുയർന്നു. കിച്ചന്റെ അലർച്ച അമ്മുവിന്റെ കാതുകളിലേക്ക് തുളച്ചു കയറി. കാഴ്ചകൾക്കപ്പുറത്ത് നിൽക്കുന്ന മരണം പോലും അവന്റെ ശബ്ദം കേട്ട് വിറച്ചിരുന്നു. കൈവിരലുകളിൽ നിന്നും മരണം അകന്നിരിക്കുന്നു. ഡോക്ടർമാർ ഒത്തുകൂടി. കിച്ചൻ അമ്മുവിനെ വീണ്ടും വിളിച്ചു. കണ്ണുകൾ തുറക്കാൻ, കിച്ചനെ കാണാൻ അവൾ ഒരുപാട് കൊതിച്ചു. കിച്ചന്റെ അമ്മു കിച്ചണിലേക്ക് തന്നെ മടങ്ങിയെത്തി. അമ്മുവിന്റെ പ്രാണൻ കിച്ചന്റെ ഉള്ളിലാണ് കൂടിയിരിക്കുന്നത്.